ഹലോ ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഗോപ്രോ ഹീറോ 10 വാങ്ങിയിട്ട് അൺബോക്സിംഗ് വീഡിയോ ചെയ്തായിരുന്നു. ഇന്ന് ഞാൻ JBLന്റെ ഹർമൻ എന്ന് പറയുന്ന കമ്പനിയുടെ സബ് ബ്രാൻഡ് ആയിട്ടുള്ള JBLന്റെ ഏകദേശം 70 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ് JBL. സ്പീക്കർ ഫീൽഡിലും അതുപോലെ ഇലക്ട്രോണിക്സ് ഫീൽഡിലൊക്കെ. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചിരുന്ന ആപ്പിളിന്റെ എയർപോഡ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോകാനായിട്ട് ഞാനിവിടെ ഓസ്ട്രേലിയയിൽ ട്രെയിനാണ് യൂസ് ചെയ്യുന്നത്, കാറല്ല. അപ്പോൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രേക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലോട്ടൊക്കെ കോൾ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമ്മൾ ഒരുപാട് അകലെ നിന്ന് സംസാരിക്കുന്ന പോലെയുള്ള ഫീലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പേര് പറഞ്ഞപ്പോൾ ഇനി അത് മാറ്റണം എന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് വാങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ വാറണ്ടി കാർഡും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എവിടെയാണെന്ന് അറിയില്ല. ഗൾഫിലാണോ അതല്ലെങ്കിൽ നാട്ടിൽ അവിടെ വെച്ച് വരുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞാൻ വേറൊരു ഹെഡ്സെറ്റ് വാങ്ങി, ഒരു TWS വാങ്ങി. അത് JBLന്റെ ട്യൂൺ ബീം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് സാധനം. അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ നമ്മൾ ഇത് ഞാൻ ഇവിടുത്തെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഡേയിൽ വാങ്ങിയതാണ്. അതുകൊണ്ട് നല്ല വില കുറവിന് കിട്ടി. ശരിക്കും ഇതിന്റെ വില $149. അത്രയും പൈസ ഞാൻ വാങ്ങില്ലായിരുന്നു. ഓക്കെ, നമുക്കിത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇയർബഡ്സ് ഇവിടെ ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൽ വേറെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു പാക്കറ്റിൽ അവർ വേറെ കുറച്ച് ബഡ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് നമ്മുടെ ചെവിക്ക് സൂട്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഉപയോഗിക്കണം. അതിപ്പോൾ ഏത് ഹെഡ്സെറ്റ് ആണെങ്കിലും നമ്മൾ അത് വെച്ച് ഉപയോഗിക്കുന്നതിന് കൂടുതൽ കംഫർട്ട് കിട്ടുക. പിന്നെ ഇതുണ്ടോ? ഇത് വേറെ ഒന്നുമില്ല, ഇത് ബുക്കും പേപ്പറും. ശ്രദ്ധിക്കട്ടെ. വേറെ ചാർജിങ് കേബിൾ, ഓറഞ്ച് കളർ, ടൈപ്പ് സി ആണ് കേബിൾ വരുന്നത്. ഇവിടെ JBLന്റെ ബ്രാൻഡിങ് ഉണ്ട്. കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതാണ് അപ്പോൾ ഇതിൻ്റെ കാണുമ്പോൾ ഉള്ള ലുക്ക്. ഇതിൻ്റെ ഇവിടെ അടിയിൽ ടൈപ്പ് സി പോർട്ട് വന്നുണ്ട്. ഇവിടെ ഒരു 3 ലൈറ്റിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കട്ടെ. ഓക്കെ, അത് കത്തുന്നുണ്ട്. ആ ലൈറ്റിൻ്റെ ഇത് കത്തുന്നുണ്ട് തുറക്കുമ്പോൾ. ഇതാണ് ബഡ്സ് വരുന്നത്. ഇതിലിപ്പോൾ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, ഇതാണ് റൈറ്റ്. ഇതൊന്ന് വെച്ച് നോക്കാം ജസ്റ്റ്. ഇത് ജസ്റ്റ് ഒരു അൺബോക്സിംഗ് ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. നല്ല കിട്ടില്ല കംഫർട്ട് കേട്ടോ. ബിക്കോസ് ഞാൻ കമ്പയർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് ആയിട്ടാണ്. എയർപോഡ്സ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് ഇത് വെച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂളായിട്ട് നല്ല അടിപൊളിയായിട്ട് സിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. രണ്ടെണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നല്ല ഇങ്ങനെ സാധനം ഉണ്ടെന്ന് തോന്നാത്ത പോലെ ഇരിക്കുന്നുണ്ട്. ആപ്പിളിലും തോന്നില്ല അങ്ങനെ സാധനം ഉണ്ടെന്നൊന്നും തോന്നില്ല. പക്ഷേ ചിലപ്പോൾ ഉപയോഗിച്ചായിരിക്കാം, കുറേ നാൾ ഉപയോഗിച്ചതിൻ്റെ ആയിരിക്കാം. കുറച്ചധികം നാളായി ഇത് ഉപയോഗിക്കുന്നത്. സോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ JBLന്റെ ആയതുകൊണ്ട് സൗണ്ടിന്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ വരണം. ഇതൊന്ന് ചാർജ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ.